Hello everyone and welcome back to our online science lessons. My name is Zahir and I hope everyone is doing very well. So in today's video we are going to discuss the 12th chapter of science subject and that is electricity and circuits. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സയൻസ് സബ്ജക്റ്റിലെ 12ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഇലക്ട്രിസിറ്റി ആൻഡ് സർക്യൂട്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററാണ്. സോ എല്ലാവർക്കും ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞുള്ള ഈ ഒരു ടേം കുറച്ചും കൂടെയൊക്കെ പരിചയമുള്ള ഒരു ടേം ആയിരിക്കും. നമ്മൾ ഒരുപാട് ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞ ടേം. സർക്യൂട്ട്സ് എന്ന് പറയുന്നതും ഇതുപോലെ ഒരു കോമൺ ടേമാണ്. മേ ബി യു നോ ദാറ്റ്. ആൻഡ് ലെറ്റ്സ് സീ വാട്ട് ഈസ് ഇലക്ട്രിസിറ്റി ഫസ്റ്റ്. നമുക്ക് ആദ്യം നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ഇലക്ട്രിസിറ്റി എന്നിട്ടുള്ള ആ ഒരു ടേം, അതിൻ്റെ ഡെഫിനിഷനാണ്. സോ സിംപ്ലി ഇലക്ട്രിസിറ്റി ഈസ് എ ഫണ്ടമെൻ്റൽ ഫോം ഓഫ് എനർജി. ഓക്കെ, ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഒരു എനർജിയുടെ ഒരു ഫോമാണ്, ഫണ്ടമെൻ്റൽ എനർജിയുടെ ഒരു ഫോമാണ്. സോ ഇലക്ട്രിസിറ്റി ഈസ് എ ഫണ്ടമെൻ്റൽ ഫോം ഓഫ് എനർജി ആൻഡ് ദാറ്റ് ഈസ് ഒബ്സർവബിൾ ഇൻ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഫോംസ്. അപ്പോൾ നമുക്കത് നമ്മൾ എക്സ്പ്രസ് ചെയ്യുമ്പോൾ അതിന് പോസിറ്റീവ് ഭാഗമായിട്ട് നെഗറ്റീവ് ഭാഗമായിട്ട് നമ്മളതിനെ മെൻഷൻ ചെയ്യാറുണ്ട്. പോസിറ്റീവ് സൈഡ്, നെഗറ്റീവ് സൈഡ്, അല്ലെങ്കിൽ പോസിറ്റീവ് ടെർമിനൽ, നെഗറ്റീവ് ടെർമിനൽ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അങ്ങനെ രണ്ട് ഭാഗങ്ങളുള്ള ഒരു ഫണ്ടമെൻ്റൽ ഫോം ഓഫ് എനർജിയാണ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് ഇലക്ട്രിസിറ്റി. So electricity is useful because it can be converted easily into various other forms of energy. അപ്പോൾ ഇലക്ട്രിസിറ്റി നമുക്കറിയാം, നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഇപ്പോൾ വീട്ടിലാണെന്നുണ്ടെങ്കിലും ഫാക്ടറീസിലാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ടൗൺസിലാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇലക്ട്രിസിറ്റിയാണ്, എനർജി ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇലക്ട്രിസിറ്റിയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മളിതുപോലെ ഇലക്ട്രിസിറ്റിയെ ആശ്രയിക്കുന്നത് എന്നുള്ളതിന് ഉത്തരമാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ബിക്കോസ് ഇറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഈസിലി ഇൻ ടു അതർ ഫോം ഓഫ് എനർജീസ്. അതായത് എനർജിയുടെ മറ്റു ഫോംസ്, എനർജിക്ക് നമുക്കറിയാം പല ഫോമുകളുണ്ട്. ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ഒരു ഫോം ഓഫ് എനർജിയാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ദർ ആർ മെനി അതർ ഫോംസ് ഓഫ് എനർജി, മറ്റൊരുപാട് ഫോംസ് ഉണ്ട്. അതിന് എക്സാമ്പിളാണ് എനർജി, ഹീറ്റ് എനർജി എന്ന് പറയുന്നത്, അതുപോലെ ലൈറ്റ് എനർജി എന്ന് പറയുന്നത്, മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത്, സൗണ്ട് എനർജി, മാഗ്നറ്റിസം, ഇങ്ങനെ ഇതുപോലെ എനർജിയുടെ പല രീതിയിലേക്ക്, പല ഫോമിലേക്ക് നമുക്ക് ഇലക്ട്രിസിറ്റിയെ വളരെ ഈസി ആയിട്ട് മാറ്റാൻ സാധിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇലക്ട്രിസിറ്റിയെ ആശ്രയിക്കുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് വാട്ട് ഇലക്ട്രിസിറ്റി. വെൽ, where do we use electricity? എവിടെയാണ് നമ്മൾ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം, അത് കൂടുതലായിട്ട് നമുക്ക് ഒരു സംശയമുള്ള കാര്യമൊന്നുമില്ല. നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് ചുറ്റുപാട് നോക്കിയാൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എവിടേക്കാണ് നമ്മൾ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുന്നത് എന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ ഹിയർ ദർ ആർ സം എക്സാമ്പിൾ. സോ ദ ഫസ്റ്റ് വൺ ഈസ് ടു ഓപ്പറേറ്റ് പമ്പ്സ്. ഓപ്പറേറ്റ് പമ്പ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ കിണറ്റിലുള്ള വെള്ളത്തെ കുറച്ചും കൂടി ഉയരത്തിലുള്ള, ഇപ്പോൾ നമ്മുടെ ടെറസിലൊക്കെയുള്ള വാട്ടർ ടാങ്കിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇലക്ട്രിസിറ്റിയാണ് യൂസ് ചെയ്യാറുള്ളത്. അതുപോലെ കൂളിംഗ്, വാട്ടർ ഹീറ്റർ, വാഷിംഗ് ആൻഡ് ഡ്രയർ, ലൈറ്റ്സ്, റെഫ്രിജറേറ്റർ, ഇലക്ട്രിക് ഓവൻ, ഫാൻ ആൻഡ് AC, കമ്പ്യൂട്ടർ ആൻഡ് TV. സോ ദീസ് ആർ സം എക്സാമ്പിൾസ് ഫോർ where we use electricity. എവിടെയൊക്കെയാണ് നമ്മൾ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുന്നത് എന്നുള്ളതിന് ഉള്ള കുറച്ച് എക്സാമ്പിളാണ് ഈ കൊടുത്തിട്ടുള്ളത്. ആൻഡ് യു ക്യാൻ ഫൈൻഡ് മോർ എക്സാമ്പിൾസ് ഫോർ ദിസ്. ഇതിന് നിങ്ങൾക്ക് കൂടുതൽ എക്സാമ്പിൾസ് കണ്ടെത്താനും സാധിക്കും. ഓക്കെ, so moving on to the next question, what do we do for light during power cut? അപ്പോൾ നമുക്ക് ലൈറ്റിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. സോ വാട്ട് വിൽ വി ഡു ഇഫ് ദർ ഇസ് നോ പവർ? അവിടെ പവർ ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പവർ കട്ടിൻ്റെ സമയമാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ, where do we find light? എവിടെ നിന്നാണ് നമ്മൾ ലൈറ്റ് കണ്ടെത്തുക എന്നുള്ളതാണ്. സോ ഫസ്റ്റ് ടൈം, ഏർലി ടൈംസ് നമ്മൾ യൂസ് ചെയ്തിരുന്നത് ചെറിയ ക്യാൻഡിൽസ് അല്ലെങ്കിൽ വിളക്കുകളായിരുന്നു. പിന്നീടാണ് നമ്മൾ എന്ത് ചെയ്തത്, ടോർച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് വന്നത്, ഒരു ഡിവൈസിലേക്ക് വന്നത്. അപ്പോൾ എന്താണ് ടോർച്ച് എന്നുള്ള കാര്യമൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാകും. ഒരു ഡിവൈസാണ്, ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ്. സോ അതിലൊരു ബൾബ് ഉണ്ടാകും എന്നുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയും. സോ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, ടോർച്ച് എന്നുള്ള ഒരു കാര്യത്തിലേക്ക് വന്നു. ഓക്കെ, സോ വേർ ഡസ് ദ ടോർച്ച് ഗെറ്റ് ഇലക്ട്രിസിറ്റി ഫ്രം? അപ്പോൾ ആ ടോർച്ച് കത്താൻ അതിൽ ലൈറ്റാണല്ലോ പുറത്ത് വരുന്നത്. അപ്പോൾ അത് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ആ ഒരു എനർജി എവിടെ നിന്നാണ് ടോർച്ചിന് കിട്ടുന്നത് എന്നുള്ള ഒരു ചോദ്യം എല്ലാവർക്കും ഒരു പക്ഷേ തോന്നിയേക്കാം, നിങ്ങൾക്കും ഒരു പക്ഷേ തോന്നിയേക്കാം, റൈറ്റ്? അപ്പോൾ എന്താണ് അതിന് ആൻസർ വരിക? സോ ദ ആൻസർ ഫോർ ദാറ്റ് ക്വസ്റ്റ്യൻ ഈസ് ഇലക്ട്രിക് സെൽ. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ്റെ അല്ലെങ്കിൽ ടോർച്ചിന് എങ്ങനെയാണ് പവർ കിട്ടുന്നത് എന്നുള്ളതിനുള്ള ഒരു ആൻസർ ആയിട്ടാണ് ഇലക്ട്രിക് സെൽ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം വരുന്നത്. അപ്പോൾ ഇലക്ട്രിക് സെല്ലിൻ്റെ പിക്ചേഴ്സാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിനെ കോമൺ ആയിട്ട് നമ്മൾ വിളിക്കാറുള്ളത് ബാറ്ററീസ് എന്നാണ്, ബാറ്ററികൾ. ഓക്കെ,
So electricity to the bulb in a torch is provided by the electric cell. So electric cell ആണ് എന്ത് ചെയ്യുന്നത്, ടോർച്ച് വേണ്ടിയിട്ടുള്ള പവർ കൊടുക്കുന്നത്. ഓക്കെ, so the electric cell are also used in alarm clocks, wristwatches, transistor radios, cameras and many other devices. ഈ ഇലക്ട്രിക് സെൽ എന്ന് പറയുന്ന ഈ ഒരു സാധനം നമ്മൾ ഒരുപാട് സാധനങ്ങൾ, ഇപ്പോൾ അലാംസ്, അതുപോലെ വാച്ചുകൾ, ട്രാൻസിസ്റ്റർ, റേഡിയോസ്, ക്യാമറാസ്, ഇതിലെല്ലാം നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പല ഡിവൈസുകൾ, ഡിഫറെൻറ്റ് ഡിവൈസുകളിൽ നമ്മളിത് യൂസ് ചെയ്യാറുണ്ട്. ഓൾറൈറ്റ്, സോ നമ്മൾ ഇനി ഇലക്ട്രിക് സെല്ലിനെ കുറിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചും കൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ നോക്കാം. സോ ഹൗ ഡസ് ആൻ ഇലക്ട്രിക് സെൽ ലുക്ക് ലൈക്ക്? ഫസ്റ്റ് എന്താണ്, അത് എങ്ങനെയാണ്, അതിൻ്റെ സെറ്റപ്പ് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കാൻ പോകുന്നത്. സോ ഇതിൻ്റെ സ്ട്രക്ചർ നോക്കിയാൽ നമുക്കതിൻ്റെ ടോപ്പിൽ എന്ത് ചെയ്യാം, ഒരു മെറ്റൽ ക്യാപ്പ് കാണാം. അറ്റ് ബോട്ടം വി ക്യാൻ സി എ മെറ്റൽ ഡിസ്ക്. അപ്പോൾ ആ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള ഒരു ബാറ്ററിയിൽ ടോപ്പിലൊരു മെറ്റൽ ക്യാപ്പും അടിയിലൊരു മെറ്റാലിക് പ്ലേറ്റും കാണാം, അല്ലെങ്കിൽ ഒരു മെറ്റാലിക് ഡിസ്ക്. സോ മെറ്റാലിക് ക്യാപ്പ് എന്ന ആ ഒരു ഭാഗത്ത് ഇപ്പോൾ 2 ടെർമിനൽസ് ആണ് ഇതിനുള്ളത്, 2 എൻഡുകളാണുള്ളത്. സോ ഒരു എൻഡ് പോസിറ്റീവ് എൻഡും അടുത്ത എൻഡ് നെഗറ്റീവ് എൻഡും ആണ് നമ്മളതിനെ വിളിക്കുന്നത്. സോ മെറ്റൽ ക്യാപ്പ് വരുന്ന ഭാഗമാണ് നോർമലി പോസിറ്റീവ് ടെർമിനൽ എന്ന് പറയുന്നത്. അതുപോലെ മെറ്റൽ ഡിസ്ക് വരുന്ന ആ ഒരു ഭാഗത്തെയാണ് നമ്മൾ നെഗറ്റീവ് ടെർമിനൽ എന്ന് പറയുന്നത്. ഓക്കെ, 2 ടെർമിനലാണുള്ളത്, ഒന്ന് പോസിറ്റീവ് ടെർമിനൽ, നെക്സ്റ്റ് വൺ ഇസ് നെഗറ്റീവ് ടെർമിനൽ. ആൻഡ് ഇലക്ട്രിക് സെൽസ്, all electric cells have 2 terminals, a positive terminal and a negative terminal. And electric cell is a source of safe electricity as well as portable electricity. നമുക്കറിയാം ബാറ്ററി സേഫ് ആണ്, അതുപോലെ പോർട്ടബിൾ ആണ്. അപ്പോൾ ബാറ്ററിയുടെ ഉള്ളിലുള്ളത് ഒരു കെമിക്കലാണ്, ആ കെമിക്കൽസ് തമ്മിൽ റിയാക്ട് ചെയ്തത് കഴിയുമ്പോൾ ബാറ്ററിയുടെ ലൈഫ് തീരും. സോ ദാറ്റ് ഈസ് ഹൗ ഇലക്ട്രിക് സെൽ വർക്ക്സ് ആൻഡ് ദാറ്റ് ഈസ് ഈസി ടു ക്യാരി. അതുകൊണ്ട് തന്നെ അത് പോർട്ടബിൾ ആണ്. അപ്പോൾ നമുക്കറിയാം ബാറ്ററീസൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പോക്കറ്റിലിട്ടിട്ടോ ബാഗിലിട്ടിട്ടൊക്കെ നമുക്ക് ക്യാരി ചെയ്യാൻ സാധിക്കും. സോ ദാറ്റ് ഈസ് ഈസി ടു ക്യാരി, ദാറ്റ് മീൻസ് ദാറ്റ് ഈസ് പോർട്ടബിൾ ഇലക്ട്രിസിറ്റി ആൻഡ് ദാറ്റ് ഈസ് സേഫ് ആൾസോ. സേഫ് ആണ്, ഇതൊന്നും നമുക്ക് വലിയ ഡേഞ്ചർ, അപ്പോൾ ഇലക്ട്രിസിറ്റി നമ്മൾ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുന്ന പോലെ നമുക്ക് ബാറ്ററി ക്യാരി ചെയ്യുന്നതുകൊണ്ടോ അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നതുകൊണ്ടോ അത്ര ഹാംഫുള്ളോ അല്ലെങ്കിൽ ഡേഞ്ചറസോ അല്ല. സോ ദാറ്റ് ഈസ് സേഫ് സോഴ്സ് ഓഫ് എനർജി ആൻഡ് പോർട്ടബിൾ എനർജി. ഓൾറൈറ്റ്, okay, so moving on to the next part, here you can see a caution symbol. ഇവിടെ ഒരു സിമ്പിൾ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഈ ഒരു സിമ്പിൾ നിങ്ങൾ പല ഭാഗങ്ങളിലായിട്ട്, ഇപ്പോൾ നമ്മുടെ ട്രാൻസ്ഫോമേഴ്സ് ഉള്ള സ്ഥലത്ത് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ പോൾസ് ഉള്ള സ്ഥലത്ത്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു സിമ്പിളാണിത്. പല സ്ഥലങ്ങളിൽ നിങ്ങളിത് കണ്ടിട്ടുണ്ടാകും. ഓക്കെ, ഇലക്ട്രിസിറ്റി ക്യാൻ ആൾസോ ബി വെരി ഡേഞ്ചറസ്. ഇപ്പോൾ ഇലക്ട്രിസിറ്റിയുടെ ഒരു കാര്യമാണ് നമ്മൾ പറഞ്ഞത്, നമ്മൾ ഒരുപാട് യൂസ്ഫുൾ ആണ് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, ഇറ്റ് ക്യാൻ ബി വെരി ഡേഞ്ചറസ്. അത് ഒരു ഡേഞ്ചറസ് ആയിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ദോഷങ്ങളും അതുപോലെ മരണം വരെ സംഭവിക്കാവുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇലക്ട്രിസിറ്റി എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കി വെക്കുക, അറിഞ്ഞിരിക്കുക. So if the electric wires and electrical appliances are handled carelessly, എങ്ങനെയാണ് ഇത് സംഭവിക്കുക? ഇലക്ട്രിക്കൽ വയേഴ്സ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ അപ്ലയൻസസ് നമ്മൾ ശ്രദ്ധയില്ലാണ്ട് നമ്മളത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അറിയാത്ത രീതിയിൽ, അല്ലെങ്കിൽ അത് ചെയ്യാൻ പാടില്ലാത്ത രീതിയിൽ നമ്മളത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, then a person can get electric shock which may cause severe burns and even death. സോ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് ഷോക്ക് അടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ അതുവഴി നമുക്ക് ചെറിയ ബേൺസ്, നമ്മളെ ബോഡിയിൽ മുറിവുകൾ ഉണ്ടാവാനും അതുപോലെ തന്നെ ഈവൻ മരണത്തിന് വരെ കാരണമാകും എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ, അതുപോലെ ഇലക്ട്രിക്കൽ അപ്ലയൻസസ് ഉപയോഗിക്കുമ്പോൾ അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യം കറക്റ്റായിട്ട് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാകും, യൂസർ മാനുവൽ ഉണ്ടാകും. അപ്പോൾ അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കി പഠിച്ചതിന് ശേഷം മാത്രം ഏതൊരു ഉപകരണവും നിങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഓക്കെ, we should never use electricity from power points or sockets in homes or school for performing science experiments because it is very unsafe and dangerous to do so. അപ്പോൾ നമുക്ക് ഈ ഒരു ചാപ്റ്ററിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് പല ചാപ്റ്ററിലും നമ്മൾ ഇലക്ട്രിസിറ്റിയെയും അല്ലെങ്കിൽ പല അപ്ലയൻസസിൻ്റെയും കാര്യങ്ങളൊക്കെ പറയും, പല എക്സ്പെരിമെൻറ്റ്സും നിങ്ങളോട് ചെയ്യാൻ പറയും. അപ്പോൾ നിങ്ങൾ ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഇത് പോയിട്ട് ഡയറക്റ്റായിട്ട് ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള പ്ലഗ്സോ സോക്കറ്റ്സ് ഉപയോഗിച്ചിട്ട് ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യരുത്, സ്കൂളിലാണെന്നുണ്ടെങ്കിലും വീട്ടിലാണെന്നുണ്ടെങ്കിലും. ബിക്കോസ് ആ ഒരു കാര്യം ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് വെരി ഡേഞ്ചറസ്. അത് ഭയങ്കര ഡേഞ്ചറസ് ആണ്, അതിൽ നിന്ന് ഷോക്ക് കേൾക്കാനും അതുപോലെ അതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാനും അതുകൊണ്ട് ചാൻസ് ഉണ്ട്. സോ
keep in mind and don't use electricity for doing experiments from your homes or schools. Alright, so moving on to the next part of the chapter, and that is ടോർച്ച് ബൾബ്. നമ്മൾ ടോർച്ചിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. ടോർച്ച് എന്ന് പറയുന്നത് നമുക്ക് കറണ്ട് ഇല്ലാത്ത സമയം നമ്മൾ വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് എന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സോ ടോർച്ചിൽ എന്തുണ്ടാകും? ടോർച്ച് ബൾബ് ഉണ്ടാകും. സോ അതിനെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ദ സ്മോൾ ഇലക്ട്രിക് ബൾബ് വിച്ച് പ്രൊഡ്യൂസസ് ലൈറ്റ് വെൻ എ ടോർച്ച് ഈസ് സ്വിച്ച്ഡ് ഓൺ ഈസ് കോൾഡ് എ ടോർച്ച് ബൾബ്. അപ്പോൾ ഒരു ടോർച്ച് ബൾബ് എന്താണെന്നുള്ള കാര്യമാണ് പറഞ്ഞത്. പ്രത്യേകിച്ചൊന്നും പറയേണ്ട, നമ്മൾ ആ ഡിവൈസിൽ സ്വിച്ച് ഓൺ ചെയ്താൽ പ്രകാശം പുറത്ത് വിടുന്ന ഒരു ഡിവൈസാണ് എന്ത്? ടോർച്ച് ബൾബ് എന്ന് പറയുന്നത്. ഇലക്ട്രിക് ബൾബ് വിച്ച് പ്രൊഡ്യൂസസ് ലൈറ്റ് വെൻ ടോർച്ച് ഈസ് സ്വിച്ച്ഡ് ഓൺ. ഓക്കെ, സോ ടോർച്ച് ബൾബിൻ്റെ പാർട്സ് എന്തൊക്കെയാണ്? മെയിനായിട്ട് നമുക്ക് അതിൽ കാണാൻ പറ്റുന്ന കുറച്ച് സാധനങ്ങൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ ലെറ്റ് സി വാട്ട് ഈസ് ടോർച്ച് ബൾബ്. എന്തൊക്കെയാണ് ടോർച്ച് ബൾബിലുള്ളത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഓൾറൈറ്റ്, so a torch bulb consists of a small glass bulb fixed on a metal case. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ വി ക്യാൻ സി എ സ്മോൾ ഗ്ലാസ് ബൾബ്. അതിന് ചുറ്റും ഒരു ഗ്ലാസ് ബൾബ് നിങ്ങൾക്ക് കാണാം. ഒരു ഗ്ലാസിൻ്റെ ഒരു കൂട് നിങ്ങൾക്ക് കാണാം. ഇൻസൈഡ് ദ ഗ്ലാസ് ബൾബ് അത് ഫിക്സ് ചെയ്തിട്ടുള്ളത് എവിടെയാണ്? ഒരു മെറ്റൽ കേസിലാണ്. അത് ഫിക്സ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇൻസൈഡ് ദ ഗ്ലാസ് ബൾബ് ദർ ഇസ് എ വെരി തിൻ വയർ ഫിക്സ്ഡ് ബിറ്റ്വീൻ ടു തിക്ക് വയർ. അതിൻ്റെ ഉള്ളിൽ കാണാൻ കഴിയുന്ന സാധനമാണ് രണ്ട് തിക്ക് വയർ ഉണ്ടാകും. ഇപ്പോൾ രണ്ട് തിക്ക് വയർ, ഇത് രണ്ട് തിക്ക് വയർ ആണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടൊരു തിൻ വയർ കണക്ട് ചെയ്തിട്ടുണ്ടാകും. ആ ഒരു തിൻ വയറിനെയാണ് നമ്മൾ ഫിലമെൻ്റ് എന്ന് പറയുന്നത്. സോ ദ തിൻ വയർ ഇൻസൈഡ് ദ ബോഡി ഈസ് കോൾഡ് ഫിലമെൻ്റ്. അപ്പോൾ രണ്ട് തിക്ക് വയറുകൾ ഫിക്സ് ചെയ്തിട്ടുണ്ടാകും. അത് രണ്ടും കണക്ട് ചെയ്യുന്ന ആ ഒരു സിമ്പിളായിട്ടുള്ള ലൈറ്റായിട്ടുള്ള വയറിൻ്റെ പേരാണ് ഫിലമെൻ്റ് എന്ന് പറയുന്നത്. സോ ദ തിൻ വയർ inside the body is called filament of the bulb, and filament is usually made of very thin tungsten. ടങ്സ്റ്റൺ എന്ന് പറഞ്ഞുള്ള ഒരു മെറ്റലാണ്, അല്ലെങ്കിൽ ആ ഒരു വയറാണ് നമ്മൾ ഇവിടെ ഫിലമെൻറ്റ് എന്ന് പറഞ്ഞുള്ള ഈ ഒരു പാർട്ട് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ആ ടങ്സ്റ്റൺ യൂസ് ചെയ്യാനുള്ളൊരു കാരണം കൂടെ ഉണ്ട്. ടങ്സ്റ്റൻ്റെ ഒരു പ്രത്യേകതയാണ്, അത് ചൂടാകുമ്പോൾ എന്ത് ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ നമ്മൾ എന്താ പറയുക, ഒരു വെള്ള ഹോട്ട് വൈറ്റ് എന്നുള്ളൊരു അവസ്ഥയിലേക്ക് അത് മാറും. അപ്പോൾ നമ്മൾ ഇരുമ്പൊക്കെ ചൂടാക്കുമ്പോൾ നമുക്കറിയാം, നന്നായിട്ട് ചൂടാക്കി കഴിഞ്ഞാൽ ഇത് റെഡ് ഹോട്ടായിട്ട് മാറും. അപ്പോൾ ഇതുപോലെ തന്നെ ഇതാണെന്നുണ്ടെങ്കിൽ ടങ്സ്റ്റൺ ആണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്നത് റെഡിന് പകരം ഒരു വൈറ്റ് ഹോട്ട് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്കാണ് മാറുന്നത്. സോ ആ ഒരു കണ്ടീഷനാണ് നമുക്ക് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് പുറത്ത് തരുന്നത്. ഓൾറൈറ്റ്, അതുകൊണ്ടാണ് ടങ്സ്റ്റൺ എന്ന് പറഞ്ഞുള്ള മെറ്റീരിയൽ അവിടെ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഗ്ലോസ് വെൻ ഇലക്ട്രിസിറ്റി ഫ്രം സെൽ ഈസ് പാസ്ഡ് ത്രൂ ഇറ്റ്. അപ്പോൾ അത് എന്ത് ചെയ്യുന്നു? ഇറ്റ് ഗ്ലോസ് വെൻ ഇലക്ട്രിസിറ്റി ഫ്രം ദ സെൽ പാസ്ഡ്. അപ്പോൾ ആ ഒരു സെല്ലിൽ നിന്നും ബാറ്ററിയിൽ നിന്നുള്ള ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ അത് ഗ്ലോ ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. The two thick wires inside the glass bulb provide support to the filament. Okay, സോ ആ ഒരു രണ്ട് തിക്ക് വയേഴ്സാണ് ഫിലമെൻറ്റിനുള്ള സപ്പോർട്ട് കൊടുക്കുന്നത്. ആൻഡ് ആൾസോ മേക്ക് ദ കണക്ഷൻ ഓഫ് ദ ഫിലമെൻറ്റ് ടു ദ ഔട്ടർ സർക്യൂട്ട്. അതുപോലെ തന്നെയാണ് പുറത്തുനിന്നുള്ള സർക്യൂട്ട് എന്താണെന്നുള്ളത് നമ്മൾ പഠിക്കും. സർക്യൂട്ടിലേക്കുള്ള കണക്ഷൻ കൊടുക്കുന്നതും ഈ രണ്ട് തിക്ക് വയറാണ്. അപ്പോൾ തിക്ക് വയറിൻ്റെ രണ്ട് ഫംഗ്ഷനാണ് നമ്മളവിടെ പറഞ്ഞത്. തിക്ക് വയർ ഒന്ന് എന്ത് ചെയ്യുന്നു? ഫിലമെൻറ്റിന് സപ്പോർട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ഔട്ടർ സർക്യൂട്ട്സിന് അല്ലെങ്കിൽ കറണ്ടിലേക്ക് ഇലക്ട്രിസിറ്റി മൊത്തത്തിൽ കണക്ട് ചെയ്യുന്നു എന്നുള്ള കാര്യം കൂടെ ആ രണ്ട് തിക്ക് വയർ ചെയ്യുന്നുണ്ട്. Alright, next point, the fourth point, the lower end of one of the thick wire is connected to the metal tip at the bottom of the bulb. അപ്പോൾ ഈ ബൾബിൻ്റെ ഏറ്റവും താഴ്ഭാഗത്ത് നിങ്ങൾക്ക് ഒരു ടിപ്പ് കാണാൻ സാധിക്കും, ഒരു മെറ്റൽ ടിപ്പ് അറ്റ് ദി ബോട്ടം ഓഫ് ദി ബൾബിൻ്റെ താഴെ. സോ അത് കണക്ട് ചെയ്യുന്നത് എവിടെ നിന്നാണെന്ന് പറഞ്ഞാൽ രണ്ട് തിക്ക് വയർ ഉണ്ടെന്ന് പറഞ്ഞു. ആ രണ്ട് തിക്ക് വയറിൽ ഒരു തിക്ക് വയറിൻ്റെ എൻഡ് അല്ലെങ്കിൽ താഴ്ഭാഗം നേരെ വന്നിട്ട് ഈ മെറ്റൽ ടിപ്പിലേക്കാണ് പോകുന്നത്. ഓക്കെ, താഴെയുള്ള ഒരു മെറ്റൽ ടോപ്പിലേക്കാണ് പോകുന്നത്. Alright, so whereas the lower end of the other thick wire is connected to the metal case of the bulb. ഇപ്പോൾ മറ്റേ ഭാഗം, ഇപ്പോൾ രണ്ട് തിക്ക് വയർ ഉണ്ടെന്ന് പറഞ്ഞു, അതിൽ ഒരു വയർ താഴെ മെറ്റൽ ടിപ്പ് അറ്റ് ദി ബോട്ടം അവിടെ പോയിട്ട് കണക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ രണ്ടാമത്തെ വയറാണെന്നുണ്ടെങ്കിൽ മെറ്റൽ കേസിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മെറ്റൽ കേസും മെറ്റൽ ടിപ്പുമാണ് നമ്മൾ ആ ഒരു മെറ്റൽ കേസിൻ്റെ ഭാഗത്ത് വരുന്നത്. അപ്പോൾ ഒരു വയർ, രണ്ട് വയർ തിക്ക് വയറുകളിൽ ഒരു വയർ നേരെ അതിൻ്റെ ബോട്ടത്തിലേക്കും രണ്ടാമത്തത് അതിൻ്റെ ചുറ്റുള്ള ഒരു കേസിലേക്കുമാണ് പോകുന്നത്. ആൻഡ് ദ മെറ്റൽ tip at the case of the bulb and the metal case of the bulb are the two terminals of the torch bulb. അപ്പോൾ മെറ്റൽ ടിപ്പും മെറ്റൽ കേസും രണ്ട് ഭാഗങ്ങളാണുള്ളത് ആ മെറ്റൽ പാർട്ടിന്. അതാണ് ഇതിൻ്റെ രണ്ട് ടെർമിനൽസ് എന്ന് പറയുന്നത്, രണ്ട് എൻഡുകൾ. ഓക്കെ, സോ മെറ്റൽ ടിപ്പ് എന്ന് പറയുന്നത് ഒരു എൻഡും മെറ്റൽ കേസ് എന്ന് പറയുന്നത്
വേറൊരു എൻഡും. അപ്പോൾ നമ്മൾ ബാറ്ററിക്ക് 2 എൻഡ് ഉണ്ട് എന്ന് പറഞ്ഞു, പോസിറ്റീവ് എൻഡും നെഗറ്റീവ് എൻഡും, പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലും. ഇവിടെ എന്താണ്, ഒന്ന് മെറ്റൽ കേസാണ്, രണ്ടാമത്തത് ആ മെറ്റൽ ടിപ്പ് അറ്റ് ദി ബോട്ടം, അതാണ്. ഓക്കെ, സോ ദ 2 terminals of the torch bulb do not touch each other, they are separated by an insulating material between them. അപ്പോൾ അവിടെ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, ഈ 2 എൻഡുകളും, ഇപ്പോൾ മെറ്റൽ കേസും മെറ്റൽ ടിപ്പും, അതാണ് 2 ബൾബിൻ്റെ 2 ടെർമിനൽസ് വരുന്നത്. ഈ 2 ടെർമിനൽസും ഒരേ ബോഡിയിൽ തന്നെ ആണെങ്കിലും ഇത് രണ്ടും കണക്ഷൻ വരുന്നില്ല എന്നുള്ളതാണ്. കണക്ഷൻ വരുന്നില്ല എന്ന് പറഞ്ഞാൽ അത് എന്താണ്, അതൊരു ഇൻസുലേഷൻ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു പ്രത്യേക മെറ്റീരിയൽ, ആ മെറ്റീരിയലിൻ്റെ ഉള്ളിലൂടെ കറണ്ട് കടന്നു പോകില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് ഇത് രണ്ടും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അത് രണ്ടും നേരിട്ട് കണക്ഷൻ വരുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. സോ ദീസ് ആർ ദ പാർട്സ് ഓഫ് എ ടോർച്ച് ബൾബ്. ടോർച്ച് ബൾബിലുള്ള പാർട്സ് എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ്. 2 ഇപ്പോൾ ബൾബിൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ 2 തിക്ക് വയറുകളുണ്ട്. തിക്ക് വയറിൽ ഒരു വയറിൻ്റെ അടിഭാഗം നേരെ പോയിട്ട് മെറ്റൽ ടിപ്പ് അറ്റ് ദി ബോട്ടം, താഴെയുള്ള മെറ്റൽ ടിപ്പിലേക്ക് കണക്ഷൻ പോകുന്നു. രണ്ടാമത്തേത് മെറ്റൽ കേസിലേക്ക് കണക്ഷൻ പോകുന്നു. സോ ഈ 2 ഭാഗങ്ങളാണ് ഒരു ടോർച്ചിൻ്റെ ടെർമിനൽസ് എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദ മേജർ പാർട്സ് ഓഫ് ആൻ ടോർച്ച് ബൾബ്. ഒരു ടോർച്ച് ബൾബിലുള്ള പ്രധാനപ്പെട്ട പാർട്സാണ് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ളതെല്ലാം. അപ്പോൾ എന്തൊക്കെയാണുള്ളത്, 2 തിക്ക് വയേഴ്സ് ഉണ്ട്. 2 തിക്ക് വയേഴ്സും കൂടെ അതിൻ്റെ ഇടയിൽ ഒരു ഫിലമെൻറ്റ് വരുന്നു. ഫിലമെൻറ്റ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ യൂസ് ചെയ്യാറുള്ളത് ടങ്സ്റ്റൺ എന്ന് പറഞ്ഞുള്ള ഒരു എലമെൻറ്റ് വെച്ചിട്ടാണ്. സോ ആ തിക്ക് വയറിൽ ഒരു വയർ നേരെ താഴെ പോയിട്ട് മെറ്റൽ ടിപ്പ് അറ്റ് ദി ബോട്ടം അവിടെ പോയിട്ട് ജോയിൻ ചെയ്യുന്നു. അടുത്ത രണ്ടാമത്തെ തിക്ക് വയർ നേരെ പോയിട്ട് മെറ്റൽ കേസിൽ പോയിട്ട് ജോയിൻ ചെയ്യുന്നു. ഈ 2 ഭാഗങ്ങളാണ്, മെറ്റൽ കേസും മെറ്റൽ ടിപ്പുമാണ് ഒരു ടോർച്ച് ബൾബിൻ്റെ 2 ടെർമിനൽസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. പിന്നെ അതുപോലെ ഒരു ഗ്ലാസ് ബൾബ്, പുറത്തൊരു ഗ്ലാസ് ബൾബും കൂടെ ഉണ്ടാകും. സോ ദീസ് ആർ ദ മേജർ പാർട്സ് ഓഫ് എ ടോർച്ച് ബൾബ്. മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് പാർട്ട്, ആൻഡ് എ ബൾബ് കണക്റ്റഡ് ടു ആൻ ഇലക്ട്രിക് സെൽ. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ബൾബ് ഒരു ഇലക്ട്രിക് സെല്ലിനായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു ഇലക്ട്രിക് സെല്ലും ഒരു ബൾബ് എന്തായാലും വേണ്ടി വരും. കുറച്ച് വയേഴ്സും ഇതിൻ്റെ കൂടെ വേണം, അറ്റ്ലീസ്റ്റ് 2 വയറുകളെങ്കിലും നമുക്കിത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വേണം. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ആദ്യം വേണ്ടത് വയർ നമ്മളൊരു ആവശ്യമുള്ള നീളം കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ 2 എൻഡും എന്ത് ചെയ്യണം, അതിൻ്റെ ആ പ്ലാസ്റ്റിക് കോട്ടിങ് 2 എൻഡിൽ നിന്ന് ഒരു ഇഞ്ചോളം നമ്മൾ മാറ്റി വെക്കുക, അല്ലെങ്കിൽ കട്ട് ചെയ്ത് കട്ടിങ് പ്ലയർ യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് ആ മെറ്റൽ വയറുള്ളിൽ മെറ്റൽ വയർ പുറത്ത് കാണുന്ന രീതിയിൽ കട്ട് ചെയ്യാം, ഒഴിവാക്കി കളയാം ബാക്കിയുള്ള പ്ലാസ്റ്റിക് ഭാഗങ്ങളെല്ലാം. ഓക്കെ, സോ ആ ഒരു മെറ്റൽ ഭാഗം എന്ത് ചെയ്യുക, നമ്മൾ ഇലക്ട്രിക് സെല്ലിൻ്റെ പോസിറ്റീവ് ഭാഗത്ത് ആദ്യം ടച്ച് ചെയ്ത് വെച്ചതിന് ശേഷം അതൊന്ന് ടാപ്പ് ചെയ്യുക അല്ലെങ്കിൽ റബ്ബർ ചെയ്ത് വെക്കുക ചെയ്യാം. അതുപോലെ തന്നെ അതിൻ്റെ അടുത്ത എൻഡ് നമ്മുടെ ബൾബിൻ്റെ കേസിലോ അല്ലെങ്കിൽ താഴെയോ പോയിട്ട് കണക്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി രണ്ടാമത്തെ വയർ എടുത്തിട്ട് ഇതുപോലെ ചെയ്തിട്ട് 2 സൈഡും റിമൂവ് ചെയ്തതിന് ശേഷം ഒരു ഭാഗം ഇതിൻ്റെ താഴെയും അടുത്ത ഭാഗം അവിടെ വെച്ച് കണക്ട് ചെയ്തതിന് ശേഷം അടുത്ത ഭാഗം അതിൻ്റെ അടുത്ത എൻഡ് എന്ത് ചെയ്യുക, ബൾബിൽ നേരത്തെ നമ്മൾ ടിപ്പിലാണ് വെച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കേസിൽ കൊടുക്കുക, അല്ലെങ്കിൽ നേരത്തെ കേസിലാണ് കൊടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ടിപ്പിൽ താഴെ മെറ്റൽ ടിപ്പ് അറ്റ് ദി ബോട്ടം അവിടെ പോയിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, സോ ദാറ്റ്സ് ഹൗ വി കണക്ട് എ ബൾബ്, എ ടോർച്ച് ബൾബ് ടു ആൻ ഇലക്ട്രിക് സെൽ. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ടോർച്ച് ബൾബ് ഒരു ഇലക്ട്രിക് സെല്ലിനായിട്ട് കണക്ട് ചെയ്യുന്നത്. സോ അത് കണക്ട് ചെയ്ത് അത് കണക്ഷൻ ഓക്കെ ആണ് എന്ന് നമുക്ക് മനസ്സിലാവണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ദ ടോർച്ച് ബൾബ് ഷുഡ് ഗ്ലോ. അതെന്ത് ചെയ്യണം, കത്തണം അല്ലെങ്കിൽ പ്രകാശിക്കണം, എന്നാലേ അത് കറക്റ്റായിട്ട് കണക്ഷൻ ആയിട്ടുള്ളൂ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അവിടെ കത്തുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു ഫോൾട്ട് വന്നിട്ടുണ്ടാകും. ഓൾറൈറ്റ്, സോ ദീസ് ആർ സം വേസ് that we can connect. നമുക്ക് കണക്ട് ചെയ്യാൻ കഴിയുന്ന കുറച്ച് വഴികളാണ് ഈ കൊടുത്തിട്ടുള്ളത്. സോ ലെറ്റ് സി വിച്ച് വൺ വിൽ വർക്ക് ആൻഡ് വിച്ച് വൺ വിൽ നോട്ട് വർക്ക്. ഏതൊക്കെയാണ് വർക്ക് ചെയ്യുക, ഏതൊക്കെയാണ് വർക്ക് ചെയ്യാതിരിക്കുക എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതിൽ ABCDEF അങ്ങനെ 6 വ്യത്യസ്ത രീതിയിലുള്ള കണക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ എയും അതുപോലെ എഫും മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ബൾബ് ഗ്ലോ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ബാക്കിയുള്ളതിലൊക്കെ പ്രശ്നം എന്തൊക്കെയാണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഓക്കെ, സോ ദ ഫസ്റ്റ് വൺ, അതിൽ എ എന്ന് പറഞ്ഞുള്ള ആ ഒരു പിക്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ പോസിറ്റീവ് സൈഡിൽ നിന്നും മെറ്റൽ കേസിലേക്ക് പോകുന്നു, നെഗറ്റീവ് ടെർമിനലിൽ നിന്നും മെറ്റൽ ടിപ്പ് അറ്റ് ദി ബോട്ടം ആ ഒരു സൈഡിലേക്കും പോകുന്നു. സോ ദ ബൾബ് ഗ്ലോയിങ്. സോ ആ ഒരു ബൾബ് എന്ത് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ പ്രകാശിക്കുന്നുണ്ട്. അപ്പോൾ ദാറ്റ് വൺ ഈസ് വർക്കിംഗ് വെരി വെൽ. നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, സർക്യൂട്ട് കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ബി, നമുക്കറിയാം ബൾബ് കത്തുന്നില്ല, വിച്ച് മീൻസ് ദർ ഈസ് സംതിങ് റോങ്, അവിടെ എന്തോ പ്രശ്നമായിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. സോ പോസിറ്റീവ് സൈഡിൽ നിന്നും മെറ്റൽ
ആ ഒരു കേസിലേക്ക് പോകുന്നുണ്ട്, കണക്ഷൻ പോകുന്നുണ്ട്. സോ ഇഫ് യു സീ ദ സെക്കൻഡ് വയർ, രണ്ടാമത്തെ വയർ നെഗറ്റീവ് ടെർമിനലിൽ നിന്നും പോകുന്ന ആ ഒരു വയർ അത് കട്ടായിട്ടുണ്ട് അല്ലേ. ആ നെഗറ്റീവ് ടെർമിനൽ ടിപ്പിലേക്ക് പോകുന്ന ആ ഒരു സാധനം അവിടെ വെച്ചിട്ട് കട്ടായിട്ടുണ്ട്. ദാറ്റ് മീൻസ് ദ ചാർജ് ഇസ് നോട്ട് ഗോയിങ്, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഇസ് നോട്ട് ഗോയിങ് ടു ദ ബൾബ്. ആ ഒരു ബൾബിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ്. സോ ദാറ്റ് വൺ വിൽ നോട്ട് വർക്ക്. ആൻഡ് ദ തേർഡ് വൺ, ദ സി പിക്ചർ, അവിടെ അതുപോലെ തന്നെ എന്താണ്, പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് പോകുന്ന വയർ കട്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെന്ത് ചെയ്യില്ല, പ്രകാശിക്കില്ല. ഇനി അടുത്തത് ഡിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ബൾബിലേക്ക് വരുന്ന രണ്ട് വയറുകളും എന്ത് ചെയ്യുന്നുണ്ട്, കംപ്ലീറ്റ് ആയിട്ട് ബ്രേക്ക് ഒന്നും ഇല്ലാണ്ട് എത്തിയിട്ടുണ്ട്. പക്ഷെ ആ രണ്ടും വരുന്നത് ഒരു ഭാഗത്തു നിന്ന് തന്നെയാണ്, അല്ലെങ്കിൽ നെഗറ്റീവ് ടെർമിനലിൽ നിന്ന് തന്നെയാണ് വരുന്നത്. സോ അതുകൊണ്ടും കാര്യമില്ല, പോസിറ്റീവ് ടെർമിനലിൽ നിന്നും നെഗറ്റീവ് ടെർമിനലിൽ നിന്നും എത്തണം. അപ്പോൾ ഇവിടെ പോസിറ്റീവ് ടെർമിനൽ എത്തുന്നില്ല, അതുകൊണ്ട് ഡി കത്തുന്നില്ല. ഇയും അതുപോലെ തന്നെ എന്താണ്, രണ്ടും വരുന്നത് ഒരേ ടെർമിനലിൽ നിന്ന് തന്നെയാണ്, അതുകൊണ്ട് അതും വരില്ല. സോ ദ ലാസ്റ്റ് വൺ എഫ്, ഇതുപോലെ പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലിൽ നിന്നും സെപ്പറേറ്റ് വരുന്നുണ്ട്. ആൻഡ് നേരത്തെ കൊടുത്തിട്ടുള്ള ആ ഒരു കാര്യത്തിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെന്ന് മാത്രം. അപ്പോൾ ദാറ്റ് വൺ വിൽ ആൾസോ വർക്ക്, അതും എന്ത് ചെയ്യുന്നുണ്ട്, ഗ്ലോ ചെയ്യുന്നുണ്ട്. സോ ദാറ്റ്സ് ദ വേ വി ഷുഡ് കണക്ട് എ ബൾബ് ടു ആൻ ഇലക്ട്രിക് സെൽ. അങ്ങനെ തന്നെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഒരു ഇലക്ട്രിക് സെല്ലിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പോസിറ്റീവും നെഗറ്റീവും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ബൾബിലേക്ക് എത്തിയാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഈ ബൾബ് ഗ്ലോ ചെയ്യുകയുള്ളൂ. ഓൾറൈറ്റ്. സോ എങ്ങനെയാണ് ഇനി ഇതിൻ്റെ വർക്കിംഗ് എന്നുള്ള കാര്യം കൂടെ നമുക്കൊന്ന് നോക്കാം. സോ വെൻ ദ ടു ടെർമിനൽസ് ഓഫ് എ സെൽ ആർ കണക്റ്റഡ് ടു ദ ടു ടെർമിനൽസ് ഓഫ് ദ ടോർച്ച് ബൾബ് ബൈ യൂസിങ് വയേഴ്സ്, ദ ഇലക്ട്രിക് കറണ്ട് പാസ് ത്രൂ ദ ഫിലമെൻറ്റ് ഓഫ് ദ ബൾബ് ആൻഡ് ഇറ്റ് സ്റ്റാർട്ട് ഗ്ലോയിങ്. അപ്പോൾ ഇതിൻ്റെ ബേസിക് പ്രോസസ്സ് എന്ന് പറയുന്നത്, രണ്ട് ടെർമിനൽസ്, അതായത് ബാറ്ററിയുടെ അല്ലെങ്കിൽ ഇലക്ട്രിക് സെല്ലിൻ്റെ രണ്ട് ടെർമിനൽസിൽ നിന്നുള്ള രണ്ട് വയർ നേരെ, ആ കണക്ഷൻ നേരെ പോയിട്ട് നമ്മുടെ ബൾബിൻ്റെ രണ്ട് ടെർമിനൽസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യാൻ തുടങ്ങും. ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ ഫിലമെൻറ്റ് എന്ത് ചെയ്യുന്നു, ഹീറ്റായിട്ട് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ആൻഡ് ദ ബൾബ് സ്റ്റാർട്ട്സ് ഗ്ലോയിങ്. അങ്ങനെയാണ് ആ ബൾബ് എന്ത് ചെയ്യുന്നത്, ഗ്ലോ ചെയ്യുന്നത്. അപ്പോൾ രണ്ട് ടെർമിനൽസ് ഫ്രം ദ ഇലക്ട്രിക് സെൽ ഷുഡ് റീച്ച് ടു ദ ടു ടെർമിനൽസ് ഓഫ് ദി ബൾബ്. ബൾബിലുള്ള രണ്ട് ടെർമിനൽസിലേക്ക് ഇത് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇത് ഗ്ലോ ചെയ്യുകയുള്ളൂ. ആൻഡ് വെൻ ദ ഇലക്ട്രിസിറ്റി ഓർ ദ ഇലക്ട്രിക് കറണ്ട് ഫ്രം ദ സെൽ passes through the filament of the bulb, the filament gets heated too much. അപ്പോൾ അത് നമ്മൾ നേരത്തെ പറഞ്ഞു, ആ ഫിലമെൻറ്റ് കത്തി അല്ലെങ്കിൽ ആ പ്രകാശം നമുക്ക് പുറത്തു വരാനുള്ള ഒരു കാരണം, ആ ഫിലമെൻ്റ് എന്ന് പറഞ്ഞ ആ ഒരു ഭാഗം ടങ്സ്റ്റൺ എന്ത് ചെയ്യുന്നു, ഇലക്ട്രിസിറ്റി അതിലൂടെ പാസ്സായി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ചൂടാവുന്നു. വളരെയധികം ചൂടായതിനു ശേഷം അതൊരു വൈറ്റ് ഹോട്ട് അവസ്ഥയിലേക്ക് വന്ന് ആ ഒരു പ്രോസസ്സ് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ലൈറ്റ് കിട്ടുന്നത്. എങ്ങനെയാണ് ലൈറ്റ് കിട്ടുന്നത് എന്നുള്ളതിനുള്ള ആൻസറാണ്. അപ്പോൾ ആ ഒരു ഫിലമെൻറ്റ് ചൂടായിട്ട് അതിൽ നിന്നും വൈറ്റ് ഹോട്ട് ലൈറ്റ് പുറത്തു വരുന്നു. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ആ ഒരു ലൈറ്റ് കിട്ടുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ദ ഹീറ്റിംഗ് എഫക്റ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഇലക്ട്രിസിറ്റി. അപ്പോൾ ഇലക്ട്രിസിറ്റി കാരണം വരുന്ന ഹീറ്റിംഗ് എഫക്റ്റ് വെച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ലൈറ്റ് കിട്ടുന്നത്. ആൻഡ് എ ടോർച്ച് ബൾബ് കൺവേർട്സ് ഇലക്ട്രിസിറ്റി ഇൻ ടു ലൈറ്റ്. ഇപ്പോൾ നമുക്ക് അറ്റ് ലാസ്റ്റ് നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണ്, ടോർച്ച് ബൾബ് ദാറ്റ് കൺവേർട്സ് ഇലക്ട്രിസിറ്റി ഇൻ ടു ലൈറ്റ്. ഇലക്ട്രിസിറ്റിയെ ലൈറ്റാക്കി മാറ്റുക എന്നുള്ള പ്രോസസ്സാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഒരു ടോർച്ച് ബൾബ് ചെയ്യുന്നത്. ഇപ്പോൾ ടോർച്ച് ബൾബ് എന്ന് പറയുന്ന ഒരു ഡിവൈസ് ഒരു എനർജിയെ മറ്റൊരു എനർജി ഫോമിലേക്ക് ആക്കി മാറ്റുന്നുണ്ട്. ഏതാണ്, ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള എനർജിയെ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജിയെ എന്താക്കി മാറ്റുന്നുണ്ട്, ലൈറ്റ് എനർജി ആക്കി മാറ്റുന്നുണ്ട്. ഓക്കെ. സോ ദാറ്റ്സ് ഹൗ എ ടോർച്ച് ബൾബ് വർക്ക്. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഒരു ടോർച്ച് ബൾബ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യം. സോ മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് ടോപ്പിക്, ആൻഡ് ഇലക്ട്രിക് സർക്യൂട്ട്. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ഇലക്ട്രിക് സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ തൊട്ട് മുന്നത്തെ ടോപ്പിക്കിൽ നമ്മൾ ആ ഒരു ടേം നമ്മളൊന്ന് യൂസ് ചെയ്തിരുന്നു. സോ ഹിയർ വി ആർ ഗോയിങ് ടു സ്റ്റഡി വാട്ട് ഈസ് ഇലക്ട്രിക് സർക്യൂട്ട്. എന്താണ് ഇലക്ട്രിക് സർക്യൂട്ട് എന്നുള്ളത് നമ്മളിവിടെ പഠിക്കാൻ പോവുകയാണ്. സോ ആൻ ഇലക്ട്രിക് സർക്യൂട്ട് ഈസ് എ പാത്ത് അലോങ് വിച്ച് ഇലക്ട്രിസിറ്റി ക്യാൻ ഫ്ലോ. അപ്പോൾ ഇലക്ട്രിക് സർക്യൂട്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സിംപ്ലി എ പാത്ത് ദാറ്റ് അലോങ് വിച്ച് ഇലക്ട്രിസിറ്റി ക്യാൻ ഫ്ലോ. ഇലക്ട്രിസിറ്റിക്ക് പാസ് ചെയ്യാൻ കഴിയുന്ന ആ ഒരു പാത്തിനെയാണ് നമ്മൾ ഇലക്ട്രിക് സർക്യൂട്ട് എന്ന് പറയുന്നത്. ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന ആ ഒരു പാത്ത്, സിംപ്ലി അങ്ങനെ പറയാം നമുക്ക്, ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന ആ ഒരു പാത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇലക്ട്രിക് സർക്യൂട്ട് എന്ന് പറയുന്നത്. സോ ആൻ ഇലക്ട്രിക് സർക്യൂട്ട് ഈസ് എ പാത്ത് അലോങ് വിച്ച് ഇലക്ട്രിസിറ്റി ക്യാൻ ഫ്ലോ. എ സിമ്പിൾ ഇലക്ട്രിക് സർക്യൂട്ട് കൺസിസ്റ്റ് ഓഫ് എ സെൽ, ടോർച്ച് ബൾബ് ആൻഡ് 2 pieces of wire called connecting wires. ഇപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു സർക്യൂട്ടിൻ്റെ പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിലെന്തൊക്കെയാണ് വേണ്ടി വരിക, നമുക്കൊരു സെല്ല് വേണം, ഒരു ബൾബ് വേണം, അതുപോലെ കണക്റ്റിംഗ് വയേഴ്സും 2 പീസ് ഓഫ് വയേഴ്സും എന്ത് വേണം, ഇത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വേണം. സോ ദാറ്റ് ഈസ് എ സിമ്പിൾ ഫോം ഓഫ്
ഇലക്ട്രിക് സർക്യൂട്ട്. അപ്പോൾ അതിൽ നമുക്കതിൻ്റെ പാത്ത് ഇവിടെ കാണിച്ചിട്ടുണ്ട്, ആരോ മാർക്ക് കാണിച്ചിട്ടുണ്ട്. പോസിറ്റീവ് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു, പോസിറ്റീവ് ടെർമിനലിൽ നിന്നും നെഗറ്റീവ് ടെർമിനലിലേക്കാണ് അതിൻ്റെ മൂവ്മെൻറ്റ് വരുന്നത്. അപ്പോൾ പോസിറ്റീവിൽ നിന്നും ആരോ മാർക്ക് പോയിട്ട് ബൾബിലെത്തിയതിന് ശേഷം അതിങ്ങനെ വന്ന് നെഗറ്റീവ് ടെർമിനലിലേക്ക് എത്തുന്നു. സോ ദാറ്റ് ഈസ് ഹൗ ദ ഇലക്ട്രിസിറ്റി മൂവ്. അങ്ങനെയാണ് ഇലക്ട്രിസിറ്റി എന്ത് ചെയ്യുന്നത്, അതിൻ്റെ ഒരു മൂവ്മെൻറ്റ് വരുന്നത്. ഓൾറൈറ്റ്. So next point, the electric circuit provides a complete path for electricity to pass. So that means current to flow between the two terminals of the electric cell. ഇപ്പോൾ ഇലക്ട്രിക് സെല്ലിലെ രണ്ട് ടെർമിനൽസ് തമ്മിലുള്ള, അല്ലെങ്കിൽ ആ ഒരു ടെർമിനലിൽ നിന്നും മറ്റേ ടെർമിനലിലേക്കാണ് കറണ്ട് പോകുന്നത്. സോ ആ ഒരു പാത്ത് ക്ലിയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ പാത്ത് നൽകുന്നത് ആരാണോ അതിന് ആൻസറാണ് നമ്മൾ ഈ പറഞ്ഞ ഇലക്ട്രിക് സർക്യൂട്ട് എന്ന് പറയുന്നത്. സോ ദ ഇലക്ട്രിക് സർക്യൂട്ട് പ്രൊവൈഡ്സ് എ കംപ്ലീറ്റ് പാത്ത് ഫോർ ദ ഇലക്ട്രിസിറ്റി ടു പാസ്. അതായത് ഇലക്ട്രിസിറ്റിക്ക് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കംപ്ലീറ്റ് പാത്ത് പ്രൊവൈഡ് ചെയ്യുന്നത് ഇലക്ട്രിക് സർക്യൂട്ടാണ്. ആൻഡ് വെൻ ദ കറണ്ട് പാസസ് ത്രൂ ദ ഫിലമെൻറ്റ് ഓഫ് ദ ബൾബ്, ദിസ് മേക്സ് ദ ബൾബ് ഗ്ലോ. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ് എങ്ങനെയാണ് ആ ബൾബ് ഗ്ലോ ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞിരുന്നു. ആ ഒരു പാത്തിലൂടെ കറക്റ്റായിട്ട് പോകുമ്പോൾ മാത്രമാണ് ബൾബ് ഗ്ലോ ചെയ്യുന്നത്. ഓൾറൈറ്റ്. ആൻഡ് ദ നെക്സ്റ്റ് പോയിന്റ്, ദ ബൾബ് ഗ്ലോസ് ഓൺലി വെൻ ദ കറണ്ട് ഫ്ലോസ് ത്രൂ ദ സർക്യൂട്ട്. അപ്പോൾ അതും നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. സർക്യൂട്ടിലൂടെ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി കറക്റ്റായിട്ട് സർക്യൂട്ടിലൂടെ പോയാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ബൾബ് ഗ്ലോ ചെയ്യുള്ളൂ. ആൻഡ് ഇൻ ആൻ ഇലക്ട്രിക് സർക്യൂട്ട്, ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് is taken to be from the positive to the negative terminal. അപ്പോൾ ഒരു സർക്യൂട്ടിൽ, ഇലക്ട്രിക് സർക്യൂട്ടിൽ ഡിറക്ഷൻ ഈസ് ടേക്കൻ ടു ബി ഫ്രം ദി പോസിറ്റീവ് ടു നെഗറ്റീവ് ടെർമിനൽ. അപ്പോൾ ഇതിൻ്റെ ഇലക്ട്രിസിറ്റിയുടെ ഡിറക്ഷൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ടെർമിനലിൽ നിന്നും നെഗറ്റീവ് ടെർമിനലിലേക്കാണ് അതിൻ്റെ ഡിറക്ഷൻ വരുന്നത്. ഓക്കെ. So moving on to the next part of the chapter, fused bulb. ഇപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് ഫ്യൂസ് പോയി എന്നുള്ളതൊക്കെ. അപ്പോൾ ചില ബൾബുകൾ കത്തുന്നുണ്ടാവില്ല, അപ്പോൾ അതിനെ നമ്മൾ പറയാറുണ്ട് ഫ്യൂസ് പോയി എന്നുള്ളത്. സോ ഫ്യൂസ്ഡ് ബൾബ്, ആ ഒരു കാര്യമാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സംടൈംസ് ആൻ ഇലക്ട്രിക് ബൾബ് ഡസ് നോട്ട് ഗ്ലോ ഈവൻ ഇഫ് ഇറ്റ് ഈസ് കണക്റ്റഡ് ടു എ സെൽ ബൈ വയേഴ്സ് വിതൗട്ട് എനി ഗ്യാപ്പ് ഇൻ ദ സർക്യൂട്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, സർക്യൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടോപ്പിക്ക് പറഞ്ഞപ്പോൾ പറഞ്ഞു, സർക്യൂട്ടിലൂടെ കറക്റ്റായിട്ട് ഗ്യാപ്പൊന്നും ഇല്ലാണ്ട് കറണ്ട് പോവുകയാണെങ്കിൽ ബൾബ് ഗ്ലോ ചെയ്യും എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇലക്ട്രിസിറ്റി പാത്ത് വേ ആണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബൾബ് ഗ്ലോ ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പോലും ഗ്ലോ ചെയ്യാത്തൊരവസ്ഥയാണ് ഈ ഫ്യൂസ്ഡ് ബൾബ് എന്ന് പറയുന്ന ഈ ഒരു കണ്ടീഷൻ. So the reason for that is when the filament of the bulb gets broken, the bulb is said to be fused. അപ്പോൾ നമ്മുടെ ഫിലമെൻറ്റ്, ആ തിൻ വയറായിട്ടുള്ള ഫിലമെൻറ്റ് ബ്രോക്കൺ ആയിട്ടുള്ള ആ ഒരു കണ്ടീഷനാണ് ഫ്യൂസ്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്യൂസ്ഡ് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാം? അപ്പോൾ ആ ഒരു പിക്ചറിൽ കാണുന്ന പോലെ തന്നെ ആ ബൾബിലുള്ള ആ ഫിലമെൻറ്റ് ബ്രേക്ക് ആയി കഴിഞ്ഞു. അപ്പോൾ കറണ്ട് വന്നിട്ട് ഇവിടെ എത്തി, ഒരു ടെർമിനലിൽ എത്തിക്കഴിഞ്ഞാൽ അടുത്ത ടെർമിനലിലേക്ക് എന്ത് ചെയ്യുന്നില്ല, ഇത് എത്തുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിലൂടെ കറണ്ട് പാസ് ചെയ്യാൻ കഴിയില്ല. ആ ഒരു കണ്ടീഷനെയാണ് ഫ്യൂസ്ഡ് എന്ന് പറയുന്നത്. ഓക്കെ, ദ ഫ്യൂസ്ഡ് ബൾബ്. ദ നെക്സ്റ്റ് പോയിന്റ്, bulb may fuse due to the normal wear and tear of the filament or when too much electricity is passed through it suddenly. അപ്പോൾ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഈ ഫ്യൂസ് എന്ന് പറഞ്ഞുള്ള ഈ ഒരു സംഭവം നടക്കുക. ഒന്ന് അതിൻ്റെ നോർമൽ വെയർ ആൻഡ് ടയർ ടൈം. നമുക്ക് ഓരോ ഒരു സംഭവം അല്ലെങ്കിൽ ഓരോ അപ്ലയൻസും അല്ലെങ്കിൽ ഓരോ വസ്തുവും നമുക്ക് യൂസ് ചെയ്യുന്നതിന് ഒരു നിശ്ചിത കാലമുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രൊഡക്ടിവിറ്റി നമുക്ക് കിട്ടില്ല. അപ്പോൾ അതുപോലെ കാലം കൊണ്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഫ്യൂസിങ് എന്ന് പറഞ്ഞ ഒരു കാര്യം നടക്കാം. അല്ലെങ്കിൽ ഇതുപോലെ പെട്ടെന്നുള്ള കറണ്ടിൻ്റെ അല്ലെങ്കിൽ ഓവർ വോൾട്ടേജ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ആ ഒരു കണ്ടീഷനിലുമാണ് എന്ത് ചെയ്യുന്നത്, ഈ ഫിലമെൻറ്റ് ബ്രേക്ക് ചെയ്തിട്ട് ഇത് ഫ്യൂസായി പോകുന്ന ഈ ഒരു കണ്ടീഷൻ വരുന്നത്. സോ മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് ടോപ്പിക്, ആൻഡ് ദാറ്റ് ഈസ് ഓപ്പൺ സർക്യൂട്ട് ആൻഡ് ക്ലോസ്ഡ് സർക്യൂട്ട്. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ് എന്താണ് ഓപ്പൺ സർക്യൂട്ട്, അതുപോലെ എന്താണ് ക്ലോസ്ഡ് സർക്യൂട്ട് എന്നുള്ളത്. സോ an open circuit means that there is a break or gap in the circuit. അപ്പോൾ ഒരു ഓപ്പൺ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ ഒരു ബ്രേക്ക്, ഇപ്പോൾ ഫ്യൂസ് നമ്മൾ പറഞ്ഞു, ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പൺ സർക്യൂട്ട് ആയി കഴിഞ്ഞു എന്ന് പറയാം നമുക്ക്. എന്ന് പറഞ്ഞാൽ ഒരു ബ്രേക്ക് അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് അവിടെ എവിടെയോ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെയാണ് ഓപ്പൺ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്ത്, ക്ലോസ്ഡ് സർക്യൂട്ട് എന്ന് പറയുന്നത്. സോ ഒരു വർക്കിംഗ് സർക്യൂട്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു പൂർണ്ണമായിട്ടും വർക്ക് ചെയ്യുന്ന സർക്യൂട്ട് എന്ന് പറയുന്നത് ഓപ്പൺ ആണോ ക്ലോസ്ഡ് ആണോ എന്ന് ചോദിച്ചാൽ വി ക്യാൻ സേ ദാറ്റ് ഈസ് ക്ലോസ്ഡ് സർക്യൂട്ട്. ക്ലോസ്ഡ് സർക്യൂട്ടാണ് ഒരു വർക്കിംഗ് സർക്യൂട്ട് എന്ന് പറയുന്നത്. ഓപ്പൺ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ അവിടെ എന്തോ ഒരു ഗ്യാപ്പോ അല്ലെങ്കിൽ ഒരു ബ്രേക്കോ എന്തോ അവിടെ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക.
ആ ഒരു കാര്യത്തിൽ കൺഫ്യൂഷൻ വരരുത്. ആൻഡ് വേറസ് എ ക്ലോസ്ഡ് സർക്യൂട്ട് മീൻസ് ദാറ്റ് ഇറ്റ് ഈസ് എ കംപ്ലീറ്റ് സർക്യൂട്ട് ഹാവിങ് നോ ഗ്യാപ്പ്. അപ്പോൾ ഒരു കംപ്ലീറ്റ് സർക്യൂട്ട് ഉള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്ലോസ്ഡ് സർക്യൂട്ട് എന്ന് പറയുന്നത്. ഓൾറൈറ്റ്, സോ മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് പാർട്ട് ഓഫ് ദി ചാപ്റ്റർ ആൻഡ് ദാറ്റ് ഈസ് ഇലക്ട്രിക് സ്വിച്ച്. അടുത്തതായിട്ട് നമ്മൾ സ്വിച്ചിനെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. സോ വാട്ട് ഈസ് സ്വിച്ച്? എന്താണ് സ്വിച്ച്? നമ്മുടെ വീടുകളിലൊക്കെ ഒരുപാട് സ്വിച്ചുകൾ ഉണ്ടാകും. എന്താണ് സ്വിച്ച്, അവിടെ എന്താണ് നടക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. സോ എ സ്വിച്ച് ഈസ് എ സിമ്പിൾ ഡിവൈസ് വിച്ച് ബ്രേക്സ് എ സർക്യൂട്ട് ഓർ കംപ്ലീറ്റ്സ് എ സർക്യൂട്ട് ആസ് ഡിസൈഡ് ബൈ ആസ്. അപ്പോൾ നമ്മൾ എന്താണ്, നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഡിവൈസാണ് സ്വിച്ച് എന്ന് പറയുന്നത്. കാരണം നമ്മളാണത് ഓൺ ചെയ്യുന്നതും ഓഫ് ചെയ്യുന്നതെല്ലാം. ഓക്കെ, എ സ്വിച്ച് ഈസ് എ സിമ്പിൾ ഡിവൈസ് വിച്ച് ബ്രേക്സ് എ സർക്യൂട്ട് ഓർ കംപ്ലീറ്റ്സ് എ സർക്യൂട്ട്. ഒന്നെങ്കിൽ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ നമ്മൾ ആ സർക്യൂട്ടിനെ ബ്രേക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനെ കംപ്ലീറ്റ് ചെയ്യുന്നു. ഒന്നെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഓപ്പൺ ആക്കുന്നു അല്ലെങ്കിൽ ക്ലോസ്ഡ് ആക്കുന്നു സർക്യൂട്ടിനെ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ചെയ്യുന്ന ഒരു ഡിവൈസാണ്, ഒരു സിമ്പിൾ ഡിവൈസാണ് സ്വിച്ച് എന്ന് പറയുന്നത്. എ സ്വിച്ച് വർക്ക്സ് ബൈ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിങ് എ ഗ്യാപ്പ് ഇൻ ആൻ ഇലക്ട്രിക് സർക്യൂട്ട്. ഒരു ഇലക്ട്രിക് സർക്യൂട്ടിലുള്ള ഒരു ഗ്യാപ്പിനെ ഓപ്പൺ ചെയ്തും ക്ലോസ് ചെയ്തുമാണ് സ്വിച്ച് എന്ത് ചെയ്യുന്നത്, ആക്ട് ചെയ്യുന്നത്. എ സ്വിച്ച് വർക്ക്സ് ബൈ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിങ് എ ഗ്യാപ്പ് ഇൻ എ ഇലക്ട്രിക് സർക്യൂട്ട്. ഇലക്ട്രിക് സർക്യൂട്ടിലുള്ള ഒരു ഗ്യാപ്പ് ഓപ്പൺ ചെയ്തിട്ടും ക്ലോസ് ചെയ്തിട്ടും, അതാണ് സ്വിച്ച് ചെയ്യുന്ന ഒരു ആക്ഷൻ എന്ന് പറയുന്നത്. സോ ദറ്റ് ഈസ് ഹൗ ഇലക്ട്രിക് സ്വിച്ച് വർക്ക്സ്. എങ്ങനെയാണ് ഇലക്ട്രിക് സ്വിച്ച് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞത്. സോ വെൻ ദ സ്വിച്ച് ഈസ് ഇൻ ദ ഓഫ് പൊസിഷനിലാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അവിടെ എന്ത് ചെയ്യുന്നു, ഒരു ഗ്യാപ്പ് ഫോം ചെയ്യുന്നു. അവിടുത്തെ ആ ഒരു ഗ്യാപ്പ് അങ്ങനെ തന്നെ ഇരിക്കും. ഇലക്ട്രിസിറ്റി സ്റ്റോപ്സ് ഫ്ലോയിങ്. ഇലക്ട്രിസിറ്റിക്ക് പാസ് ചെയ്യാൻ സാധിക്കില്ല, ഫ്ലോ ചെയ്യാൻ സാധിക്കില്ല. സോ ദ ഡിവൈസ് വി കണക്റ്റഡ് വിൽ നോട്ട് വർക്ക്. അതിന് ഇലക്ട്രിസിറ്റി കിട്ടാത്തത് കൊണ്ട് തന്നെ അത് എന്ത് ചെയ്യുന്നില്ല, വർക്ക് ചെയ്യുന്നില്ല. വെൻ വി സ്വിച്ച്ഡ് ഓൺ, അത് ഓൺ ആക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, ദ ഗ്യാപ്പ് ഈസ് ക്ലോസ്ഡ്. ഗ്യാപ്പ് ബിക്കം ക്ലോസ്ഡ് ആകുന്നു, സർക്യൂട്ട് ബിക്കംസ് ക്ലോസ്ഡ്, സർക്യൂട്ട് ക്ലോസ് ആകുന്നു. ആൻഡ് ഇലക്ട്രിസിറ്റി സ്റ്റാർട്ട്സ് ഫ്ലോയിങ് ആൻഡ് ദ ഡിവൈസ് വി കണക്റ്റഡ് വിൽ ഗെറ്റ് ഇലക്ട്രിസിറ്റി. നമ്മൾ കണക്ട് ചെയ്ത ആ ഒരു ഡിവൈസിന് ഇലക്ട്രിസിറ്റി നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുന്നതോട് കൂടിയിട്ട് കിട്ടി തുടങ്ങുന്നു. ആൻഡ് ഇറ്റ് വിൽ സ്റ്റാർട്ട് വർക്കിംഗ്. അത് എന്ത് ചെയ്യുന്നു, വർക്ക് ചെയ്യാൻ തുടങ്ങുന്നു. സോ ദാറ്റ് ഈസ് ഹൗ എ സ്വിച്ച് വർക്ക്. അങ്ങനെയാണ് ഒരു സ്വിച്ച് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണുള്ളത്, ഒരു ഗ്യാപ്പ് ഉണ്ടാകും, ഗ്യാപ്പിൻ്റെ അടുത്തൊരു സ്വിച്ച് ഉണ്ടാകും. അപ്പോൾ സ്വിച്ച് ഓഫ് മോഡിലാണെന്നുണ്ടെങ്കിൽ ഗ്യാപ്പായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യൂല. അപ്പോൾ ഇനി നമ്മളത് ഓൺ ആക്കി കഴിഞ്ഞാലോ ആ ഗ്യാപ്പ് ക്ലോസ്ഡ് ആകും. അതായത് ഇലക്ട്രിസിറ്റിക്ക് അതിലൂടെ പാസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ സ്വിച്ച് വെച്ചിട്ട് എന്ത് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത്. ഹിയർ യു ക്യാൻ സീ എ സിമ്പിൾ സ്വിച്ച് ദാറ്റ് യു ക്യാൻ മേക്ക്. നിങ്ങളുടെ നേരത്തെ നമ്മൾ സിമ്പിൾ ഒരു സർക്യൂട്ട് ഉണ്ടാക്കിയിരുന്നല്ലോ, ബൾബും അതുപോലെ നമ്മുടെ സെല്ലും ഉപയോഗിച്ചിട്ട്. അപ്പോൾ അതിൽ നമുക്ക് ഇടയിൽ നമുക്കൊരു സ്വിച്ച് നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ നിർമ്മിച്ചിട്ട് കൊടുക്കാം. എങ്ങനെയാണ്, ഒരു തെർമോക്കോളിൽ 2 പിന്ന് കണക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ നേരെ ബൾബിൽ കണക്ട് ചെയ്തതിന് പകരം ഈ പിന്നിൽ വന്നിട്ട് എന്ത് ചെയ്യുക, കണക്ഷൻ കൊടുക്കുക. അപ്പോൾ പിന്നിൽ നിന്നും അടുത്ത പിന്നിലേക്കുള്ള കണക്ഷൻ ഒരു ഇവിടെ കൊടുത്തിട്ടുള്ള പോലെ ഒരു സേഫ്റ്റി പിന്ന് വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കണ്ടക്ടേഴ്സ് ആയിരിക്കണം. കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ആവണം നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഈ 2 പിക്ചറിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ രണ്ടാമത്തെ പിക്ചറിൽ ഇലക്ട്രിക് സ്വിച്ച് ഇൻ ഓഫ് പൊസിഷൻ ആൻഡ് ഇൻ ഓൺ പൊസിഷൻ. രണ്ടാമത്തെ പൊസിഷനിൽ ഓൺ പൊസിഷനിലാണ്. അതായത് ആ ഒരു സേഫ്റ്റി പിൻ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ സർക്യൂട്ട് ക്ലോസ്ഡ് ആക്കിയിട്ടുണ്ട്. സോ ദ ബൾബ് സ്റ്റാർട്ടഡ് ഗ്ലോയിങ്. ആ ഒരു ബൾബ് എന്ത് ചെയ്തിട്ടുണ്ട്, ഗ്ലോ ചെയ്യാനും തുടങ്ങിയിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് ഹൗ വി ക്യാൻ മേക്ക് എ സ്വിച്ച് ഫ്രം എ ഹോം. നമ്മുടെ വീടുകളിൽ വെച്ചിട്ട് നമുക്കൊരു സ്വിച്ച് നമ്മുടെ സർക്യൂട്ടിൽ അപ്ലൈ ചെയ്യാനുള്ള ഒരു ചെറിയൊരു മെത്തേഡാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഓൾറൈറ്റ്, സോ ഇൻസൈഡ് എ ടോർച്ച് വ്യൂ, ഒരു ടോർച്ചിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളാണ് ഈ കൊടുത്തിട്ടുള്ളത്. സോ എ ടോർച്ച് ഈസ് എ പോർട്ടബിൾ ഇലക്ട്രിക് ലാമ്പ് വിച്ച് യൂസസ് 2 or more സെൽസ് ടു ലൈറ്റ് എ സ്മോൾ ബൾബ്. ഒരു ചെറിയൊരു ബൾബ് കത്തിക്കാൻ വേണ്ടിയിട്ട് ഒന്നോ അല്ലെങ്കിൽ അതിലധികമോ ബാറ്ററി അല്ലെങ്കിൽ സെല്ലുകൾ യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നൊരു ഒരു ഡിവൈസാണ് ടോർച്ച് എന്ന് പറയുന്നത്. ടോർച്ച് ഈസ് യൂസ്ഡ് ടു പ്രൊവൈഡ് ലൈറ്റ് വെൻ ഗോയിങ് ഔട്ട് ഡ്യൂറിങ് ഡാർക്ക് നൈറ്റ് ഓർ വെൻ ഇലക്ട്രിസിറ്റി സപ്ലൈ ഫെയിൽ അറ്റ് ഹോം. നമ്മുടെ വീടുകളിൽ കറണ്ട് പോയാൽ അല്ലെങ്കിൽ നമ്മൾ രാത്രി പുറത്തേക്ക് ഇറങ്ങി നടക്കാൻ വേണ്ടിയിട്ട് ഒക്കെയാണ് നമ്മൾ ഈ ടോർച്ച് എന്ന് പറഞ്ഞുള്ള ഡിവൈസ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു പിക്ചറിൽ കാണുന്നത് ഒരു ടോർച്ചിൻ്റെ ഇൻസൈഡ് വ്യൂ ആണ്, അല്ലെങ്കിൽ അതിൻ്റെ എന്താ പറയുക, ഡയഗ്രമാണ്. അപ്പോൾ അതിൽ ബൾബ് നമുക്ക് കാണാം, അതിൻ്റെ സർക്യൂട്ട് നമുക്ക് കാണാം, 2 ബാറ്ററീസ് കൊടുത്തിട്ടുണ്ട്, അതായത് 2 ഇലക്ട്രിക് സെല്ലുകൾ കൊടുത്തിട്ടുണ്ട്. സ്വിച്ചിൻ്റെ പൊസിഷൻ നോക്കുക. അപ്പോൾ അതുപോലെ ഇതെല്ലാം കവർ ചെയ്തിട്ടുള്ളത് ഇതൊരു പ്ലാസ്റ്റിക് കാസ്റ്റിംഗ് കൊണ്ടാണ്. പിന്നെ അതുപോലെ റിഫ്ലക്ടർ എന്ന് പറഞ്ഞുള്ള ഒരു കാര്യം യൂസ് ചെയ്തിട്ടുണ്ട്. റിഫ്ലക്ടർ യൂസ് ചെയ്യുന്നത് ഇതിൽ വരുന്ന പ്രൊഡ്യൂസ് ചെയ്യുന്ന ലൈറ്റ് പോയിൻ്റഡ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ലൈറ്റ് എല്ലാ ഭാഗത്തും കൂടെ എന്ത് ചെയ്യുന്നു, പരന്നിട്ട് അതിനൊരു ഡിറക്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ റിഫ്ലക്ടർ കൊടുത്താൽ
ആ ലൈറ്റ് കൂടുതൽ എന്താണ് ഇൻറ്റൻസിറ്റിയിൽ പോയിൻ്റ് ചെയ്ത് നമുക്ക് ലൈറ്റ് കിട്ടുന്നു. സോ ദാറ്റ് ഈസ് ഇൻസൈഡ് വ്യൂ ഓഫ് എ ടോർച്ച്. കാര്യങ്ങളെല്ലാം ഒന്ന് നോക്കിയിട്ട് മനസ്സിലാക്കി വെക്കാം. ആൻഡ് മൂവിങ് ഓൺ ടു ദി ലാസ്റ്റ് ടോപ്പിക് ഓഫ് ദി ചാപ്റ്റർ. ഈ ഒരു ചാപ്റ്ററിൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗത്ത് നമുക്ക് 2 കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. എന്താണ് ഇൻസുലേറ്റേഴ്സ്, എന്താണ് കണ്ടക്ടേഴ്സ് എന്നുള്ളതാണ്. നമ്മൾ പല ഭാഗങ്ങളായിട്ട് ജീവിതത്തിലും നമ്മൾ ഡെയിലി ലൈഫിലൊക്കെ കേൾക്കുന്ന ടേംസ് ആണ് ഇൻസുലേഷൻ അല്ലെങ്കിൽ കണ്ടക്ഷൻ എന്നുള്ള കാര്യങ്ങളെല്ലാം. സോ ലെറ്റ്സ് സീ വാട്ട് ഈസ് കണ്ടക്ടർ ആൻഡ് വാട്ട് ഈസ് ഇൻസുലേറ്റർ. സോ ദോസ് മെറ്റീരിയൽസ് വിച്ച് അലോ ഇലക്ട്രിക് കറൻറ്റ് ടു പാസ് ത്രൂ ദം ആർ കോൾഡ് കണ്ടക്ടേഴ്സ്. നമ്മൾ ഇപ്പോൾ ലൈറ്റിൻ്റെ കാര്യത്തിൽ നമ്മൾ ട്രാൻസ്പാരൻ്റ് എന്ന് പറഞ്ഞിരുന്നു. ട്രാൻസ്പാരൻറ്റ്, അപ്പോൾ അതുപോലെ അതിന് സിമിലറായിട്ട് കറണ്ടിൻ്റെ കാര്യത്തിൽ വരുന്നതാണ് ഇവിടെ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. സോ ട്രാൻസ്പാരൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈറ്റിനെ കംപ്ലീറ്റ് ആയിട്ട് കടത്തിവിടുന്ന മെറ്റീരിയൽസിനെയാണ് നമ്മൾ ട്രാൻസ്പാരൻറ്റ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. സോ ഇവിടെ ഇലക്ട്രിസിറ്റിയെ കംപ്ലീറ്റ് ആയിട്ട് പാസ് ചെയ്ത് വിടുന്ന മെറ്റീരിയൽസിനെയാണ് നമ്മൾ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ദ ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറണ്ട് ഈസ് കോൾഡ് ഇലക്ട്രിസിറ്റി. ഓക്കെ, ആ ഇലക്ട്രിക് കറണ്ടിൻ്റെ ഫ്ലോക്കാണ് നമ്മൾ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. ഓൾ ദ മെറ്റൽസ് ആർ കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. എല്ലാ മെറ്റൽസും കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. അതായത് എല്ലാ മെറ്റൽസും എന്ത് ചെയ്യുന്നുണ്ട്? ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സിൽവർ മെറ്റൽ ഈസ് ദ ബെസ്റ്റ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. സിൽവർ മെറ്റലാണ് ഏറ്റവും നന്നായിട്ട് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നത്. ഇലക്ട്രിക് വയേഴ്സ് ആർ മെയ്ഡ് ഓഫ് കോപ്പർ, അലുമിനിയം, ബിക്കോസ് ദേ ആർ കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. ഇപ്പം നമ്മുടെ വീടുകളിലുള്ള വയർ അല്ലെങ്കിൽ ഇലക്ട്രിക് വയറുകളെല്ലാം നിർമ്മിച്ചിട്ടുള്ളത് ഇതുപോലെ കോപ്പർ, അലുമിനിയം ഒക്കെ ഉപയോഗിച്ചിട്ടാണ്. കാരണം എന്താണ്? അതൊക്കെ നല്ല കണ്ടക്ടേഴ്സ് ആയതുകൊണ്ടാണ്. ഓക്കെ, സോ ഇൻ ദ കേസ് ഓഫ് ഇൻസുലേറ്റേഴ്സിൻ്റെ കേസ് വരികയാണെന്നുണ്ടെങ്കിൽ ദോസ് മെറ്റീരിയൽസ് വിച്ച് ഡു നോട്ട് അലോ ഇലക്ട്രിക് കറൻറ്റ് ടു പാസ് ത്രൂ ദം ആർ കോൾഡ് ഇൻസുലേറ്റേഴ്സ്. അപ്പോൾ ഇതിന് സിമിലറായിട്ട് നമ്മൾ നേരത്തെ ലൈറ്റിൻ്റെ കേസ് പറഞ്ഞാണെങ്കിൽ അവിടെ നമ്മൾ ഒപ്പാക്ക് ഒബ്ജക്റ്റ് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഒപ്പാക്ക് ഒബ്ജക്റ്റിൽ എന്തായിരുന്നു? അവിടെ ലൈറ്റിനെ തീരെയും കടത്തിവിടാത്തത്. ഇവിടെ ഇലക്ട്രിസിറ്റിയെ ഒട്ടും കടത്തിവിടാത്ത ഒബ്ജക്റ്റുകളെയാണ് എന്ത് പറയുന്നത്? ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. So those materials which do not allow electric current to pass through them are called insulators. And for example ഇവിടെ റബ്ബർ, പ്ലാസ്റ്റിക്, സെറാമിക്സ്, വുഡ്സ്, ഗ്ലാസ്, കോട്ടൺ, ജൂട്ട്, വാക്സ്, പേപ്പർ ഇതൊക്കെയാണ് ഇതിന് എക്സാമ്പിളായിട്ട് വരുന്നത്. ഓൾറൈറ്റ്, ഇപ്പോൾ ഇൻസുലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ കറണ്ട് കടത്തിവിടാത്തത്, കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ കറണ്ട് കടത്തിവിടുന്നത്. എക്സാമ്പിളും പഠിച്ചു വെക്കുക. That is the end. And remember one thing, your body is a conductor of electricity. നിങ്ങളുടെ ബോഡി എന്താണ്? ഒരു ഇലക്ട്രിക് കണ്ടക്ടർ ആണ്. ആൻഡ് therefore be careful when you handle an electrical appliance. നിങ്ങൾ ഇലക്ട്രിക്കൽ അപ്ലയൻസ് എല്ലാം യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ ബോഡി ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും. ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ അത്ര സുഖകരമായിട്ടുള്ള ഒരു കാര്യമൊന്നുമില്ല. നമ്മുടെ ബോഡിയിലൂടെ കറണ്ട് പാസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമുക്ക് ഷോക്ക് അടിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ നല്ല പവറിലൊക്കെയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ മരണം വരെ സംഭവിക്കാവുന്ന കേസാണ്. സോ ബി കെയർഫുൾ വെൻ ഹാൻഡിൽ ഇലക്ട്രിസിറ്റി. So that's all for today, and thank you for watching. And if you have any doubts, you can ask in the Google Meet session. So till then, study well and have a good time. Thank you.